അനീഷിനെല്ലാം മനസ്സിലായി. അനീഷിന് ഈ ഷാനവാസിന് 7 അയലൊക്കെ തടിപ്പിക്കുകയല്ല. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം കഴിഞ്ഞ മട്ടൻ പ്രശ്നത്തിൽ അനീഷും ഷാനവാസും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉറച്ചിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ടല്ല അനീഷ് ഷാനവാസ് അടുപ്പിക്കാത്തത്. അനീഷ് ഇനി ആരെ അടുപ്പിക്കത്തില്ല. അനീഷ് ഇനി പഴയ പരുക്കൻ അനീഷ് ആവുകയുള്ളൂ. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം മട്ടൻ വിഷയത്തിൽ അനീഷും ഷാനവാസും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉരസുന്നുണ്ട്. മട്ടൻ ഷാനവാസ് കാക്കുന്നുണ്ട്. അപ്പം ഷാനവാസിനോട് അനീഷ് നീ കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഇത് തമ്മിൽ തെറ്റിപ്പോകുന്നുണ്ട്. പിന്നെ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് വലിയ കോള് കാണിക്കുന്നില്ല. അനീഷ് മിക്കപ്പോഴും ഷാനവാസിനെ അകറ്റി നിർത്തും. ഷാനവാസ് പുറകെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. എന്നിട്ട് പോലും അനീഷ് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരെല്ലാം അനീഷിനോട് ഭയങ്കര ഇതായിട്ട് കാണിച്ചപ്പോൾ അനീഷിന് മനസ്സിലായി പുറത്ത് നല്ല സപ്പോർട്ടാണ്. അപ്പം അനീഷിൻ്റെ അമ്മ എന്ന് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ മതി, നിനക്ക് പറഞ്ഞതെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായി, നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച്. അപ്പോൾ അനീഷിന് മനസ്സിലായി പുറത്ത് സപ്പോർട്ടുണ്ട്. ഇനിയിപ്പോൾ പഴയ ചൊറിയൻ സ്വഭാവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അനീഷിൻ്റെ അമ്മ ഒന്നിങ്ങനെ പറയും, നീ പണ്ടെങ്ങനെ ഗെയിം കളിച്ചോ വേറെ നിന്നാൽ മതി എന്ന് വെച്ചാൽ പഴയ ഒറ്റപ്പട സ്ട്രാറ്റജി ഇതൊക്കെ ആയിട്ട് പണ്ട് പുള്ളി ഇതായിട്ടൊന്നുമല്ല. അപ്പോൾ ആ ഒരു രീതി പുള്ളി ഇപ്പോഴും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ മാക്സിമം പുള്ളി പലരോടും ചൊറിയുന്നു. ഇനിയിപ്പോൾ ഷാനവാസിന് 7 അയലൊക്കെ തടിപ്പിക്കുകയാണ് പുള്ളി. അതിനി പുള്ളിയുടെ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ പുള്ളിയുടെ വീട്ടുകാരും എല്ലാം വന്നതിൽ പ്രകാരം പുള്ളിയുടെ ഗെയിമിൽ പുള്ളി മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ലപോലെ പുള്ളി ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഇപ്പം പുള്ളി കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ പുള്ളിയല്ലേ. പണ്ട് പുള്ളി അങ്ങനെ കുറേ ചൊറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും നല്ല സൗഹൃദം പിന്തുടരാൻ നോക്കി. ഇപ്പം പുള്ളി ആരോടും സൗഹൃദമില്ല. തൊടുന്നതിനും പിടിച്ചതിനും എല്ലാവരുടെയും മെക്കെട്ട് കയറുക, പഴയ ആ വെറുപ്പിക്കൽ സ്വഭാവമാണ് അനീഷ് ഇപ്പം പിന്തുടരുന്നത്. നിങ്ങൾ ലൈവ് കാണുന്നവർക്കറിയാം അനീഷ് ഇപ്പം എങ്ങനെയാണ് അവിടെ ഇറിറ്റേഷൻ ചെയ്യുന്നത്. ഉള്ള വോട്ടും കൂടെ അനീഷിന് ഇല്ലാതാവുകയുള്ളൂ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ആൾക്കാർ വെറുക്കും ഇങ്ങനെയുള്ള ഇറിറ്റേഷൻ. നമുക്ക് വേണം. അപ്പോൾ ഒരു ഹൈ ആക്കി വെച്ചിരിക്കുക. ഇനി അത് കൂടുതൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ വെറുക്കുകയുള്ളൂ. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന പോലെ അങ്ങ് ഗെയിം പോവുകയാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഡോക്ടർ റോബിനൊക്കെ ആദ്യകാലങ്ങളിൽ പുള്ളി ഗെയിം ഇതായി. പിന്നെ പുള്ളി കുറച്ച് ആയിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഗെയിം കുറച്ച് നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് രജിസ്ഥാറും എന്ന് പറഞ്ഞ് ഇതിപ്പം വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറയുകയാണ്, മോനെ നീ ആദ്യം തൊട്ട് പണ്ടെങ്ങനെയാണോ അതുപോലെ ഗെയിം കളിക്കാൻ നോക്കിയപ്പോൾ അനീഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അനീഷ് പുറത്ത് ഭയങ്കര സപ്പോർട്ടല്ല. അപ്പോൾ ഇങ്ങനെ ഗെയിം കളിക്കുന്നതല്ലേ ആൾക്കാർക്ക് ഇഷ്ടം. എന്താ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാണ് ഷാനവാസിന് ഇനി 7 അയലൊക്കെ തടിപ്പിക്കുന്നത്. ഷാനവാസ് ഇനി എന്തൊക്കെ തേലാവുത്തി വന്നാലും അനീഷ് അടിപ്പിക്കില്ല. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. ഷാനവാസ് ഇനി അനീഷ് അടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അനീഷിൻ്റെ വീട്ടുകാർ വന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും തരാം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് താങ്ക് യു. ബൈ.